7 ദിവസം കൊണ്ട് ചർമ്മം തിളങ്ങാൻ ഈ ഒരൊറ്റ ഒരു ഡ്രിങ്ക് മതി. ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം 3 ക്യാരറ്റ് എടുത്ത് അതിൻ്റെ മീതെയുള്ള തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറിയ ചെറിയ പീസസായി കട്ട് ചെയ്യുക. ഈ വീഡിയോ ഫുള്ളും സ്കിപ്പ് ചെയ്യാതെ കാണുക, എന്നാൽ മാത്രമേ ഇതിലെന്തൊക്കെ ചേർത്തിട്ടുണ്ടെന്ന് അറിയാൻ പറ്റുകയുള്ളൂ. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ള 4 ഡേറ്റ്സും ഒരു 4-5 ബദാമും 3 ക്യാരറ്റുമാണ്. ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലിടുക. അതിനുശേഷം ഈ ഡേറ്റ്സ് വെള്ളമൊഴിച്ച് കോത്ത് വെച്ചിരുന്നു, എന്നാലേ പെട്ടെന്ന് അരയുള്ളൂ, അതും ഈ ജാറിലേക്ക് ഇടണം. പിന്നെ 1 സ്പൂൺ ചിയാ സീഡ് ഞാൻ 1 സ്പൂൺ എടുത്ത് അത് വെള്ളം ഒഴിച്ച് കോരാനായിട്ട് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് വെള്ളത്തിലിട്ട് വയ്ക്കും. മിക്സിയുടെ ജാറിലേക്ക് ഈ അരിഞ്ഞ് വെച്ച ക്യാരറ്റും കോത്ത് വെച്ച ഡേറ്റ്സും ഇട്ട് മിക്സി അടച്ചു വെച്ചതിന് ശേഷം നന്നായിട്ട് അടിച്ചെടുക്കുക. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം അടിച്ചെടുക്കുക. ആദ്യം ഒരിക്കൽ അടിച്ചപ്പോഴത്തേക്ക് അത് നന്നായിട്ട് അരിഞ്ഞില്ല. അത് വീണ്ടും ഒന്നുകൂടെ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് വീണ്ടും ഒന്നും കൂടെ ഞാൻ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ അടിച്ചെടുത്ത ജ്യൂസിന് ഒരു അരിപ്പ ഉപയോഗിച്ച് അരിച്ചെടുക്കുക. ഇവിടെ ഹെൽത്തി ഡ്രിങ്ക് ആയതുകൊണ്ട് ഷുഗറൊന്നും ആഡ് ചെയ്യുന്നില്ല. ആ ഡേറ്റ്സ് മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. ഈ ക്യാരറ്റ് ജ്യൂസ് ദിവസവും കഴിച്ചാൽ ചർമ്മത്തിന് നല്ല തിളക്കം ഉണ്ടാകും. പിന്നെ മുടിയുടെയും ശരീരത്തിൻ്റെയും ആരോഗ്യത്തിന് നല്ലതാണ്. പിന്നെ കണ്ണിൻ്റെ ആരോഗ്യത്തിനും നല്ലതാണ്. കണ്ണിന് നല്ല കാഴ്ചശക്തി കിട്ടും. രക്തശുദ്ധിക്കൊക്കെ നല്ലതാണ്. വിശപ്പുണ്ടാകും, സഹായിക്കും. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ക്യാരറ്റിനുണ്ട്. ഒരു സൂപ്പർ ഹെൽത്തി ഡ്രിങ്കാണ് ക്യാരറ്റ് ജ്യൂസ് എന്ന് പറയുന്നത്. അരിച്ചെടുത്ത ജ്യൂസിന് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക. ഇതൊരു ഈസി റെസിപ്പിയാണ്. കാര്യം വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് നമുക്ക് തയ്യാറാക്കാം. ആ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചതിന് ശേഷം കോരാനായിട്ട് വെച്ചിരുന്ന ചിയാ സീഡ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ചിയാ സീഡ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഞാൻ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ ഇട്ടെന്നേ ഉള്ളൂ. ചിയാ സീഡ് ഇട്ടു. പിന്നെ അതിന് ശേഷം ബദാം ചെറിയ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്ത് അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ റെസിപ്പി ഇഷ്ടമായ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻറ്റ് അറിയിക്കുക. ഈ വീഡിയോ ഫുള്ളും കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.